ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ആദ്യം കാണിക്കാൻ പോകുന്നത് ഇൻവിസിബിൾ സിബ്. പലർക്കും അത് ഭയങ്കര പാടാണ് വയ്ക്കാൻ. ഇത് ഇത് ഈ ഒരു ഈസി മെത്തേഡാണ്. ഇത് ഇങ്ങനെ വയ്ക്കുന്നത് ഒരു ഈസി മെത്തേഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഈ സിബ് വയ്ക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിങ്ങനെ ഇപ്പോൾ 2 പീസാണെന്ന് വെച്ചോ. 2 പീസ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ തയ്ക്കുന്ന തുണിയുടെ സൈഡോ അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ ഭാഗമോ ഒക്കെ ആണെന്ന് വെച്ചോ. അത് ഇങ്ങനെ തയ്ക്കുക. ഇങ്ങനെ നമ്മൾ അതിനെ 2ആയിട്ട് ഇങ്ങനെ തയ്ക്കുക. ഇത് വളരെ സിമ്പിളായിട്ടും എളുപ്പത്തിനും തയ്ക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരേ തയ്യൽ ഇങ്ങനെ ഇച്ചിരി കാണി വിട്ട് തയ്ക്കണേ. വലിയ കാണിയിൽ തയ്ക്കണം. ചെറിയ തയ്യൽ തയ്ക്കരുത്, വലിയ കാണിയിൽ തയ്ക്കണം. എന്നിട്ട് അതിങ്ങനെ 2ആക്കണം. ആ തയ്യൽ തുമ്പ് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ 2ആക്കി 2 വശത്തേക്കും ആക്കണം. എന്നിട്ട് ഈ നമ്മളെ സിബ് ഉണ്ടല്ലോ, സിബ് മറിച്ച് നല്ല വശത്തേക്ക് അങ്ങോട്ട് മറിച്ച് വെച്ചിട്ട് ഈ തയ്യൽ തുമ്പില് 2 വശത്തുമായിട്ട് തയ്ക്കണം. ഒരു വശത്ത് ഒരു ഭാഗം, മറുവശത്ത് മറുഭാഗം, അങ്ങനെ തയ്ക്കുക. ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഇത് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. എല്ലാവർക്കും ഈ സിബ് വയ്ക്കാൻ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അതുമല്ല, ഈ സിംഗിൾ ഫൂട്ട് വേണം, ഡബിൾ ഫൂട്ടിൽ തയ്ക്കാൻ പാടാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് സിംഗിൾ ഫൂട്ടേ ഉണ്ടെങ്കിലും തയ്ക്കണ്ടേ. അപ്പം നമുക്ക് ഈസി ആയിട്ടൊന്ന് തയ്ച്ച് ഞാൻ കാണിക്കാം. ഇനി അടുത്ത ഭാഗം അടുത്ത വശത്ത് വെച്ച് തയ്ക്കണം. അടുത്ത തയ്യൽ തുമ്പിലോട്ട് തയ്ക്കണം. ഇതെല്ലാവർക്കും തയ്ക്കാൻ പറ്റുന്നതാണ്. ഇതൊരു വലിയ കാര്യമല്ല. നമുക്ക് എത്ര നീളത്തിൽ വേണോ അത്രയും നീളത്തിൽ നമ്മൾ തയ്ച്ച് നിർത്തണം. ഇതൊരു വലിയ സിബാണ്. നമ്മൾ ചുരിദാറിന്റെ ബാക്കിൽ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പം നമ്മളിത് വലിയ കാണിയിലാണ് തയ്ച്ചയക്കുന്നതെങ്കിൽ വലിയ കാണിയിൽ ഇടയ്ക്ക് നമ്മൾ ഇച്ചിരി വിട്ടിട്ടുണ്ട്. അവിടെ വലിയ കാണി മാറ്റി വിട്ടിട്ടുണ്ട്. ആ ഭാഗത്തുനിന്ന് നമ്മൾ ഈ നൂല് പൊട്ടിക്കുന്ന ഒരു കട്ടറുണ്ട്. അതായത് ഈ ടൈൽ കട്ടർ പോലെ ത്രെഡ് കട്ടർ ഉണ്ട് കേട്ടോ. ത്രെഡ് കട്ടർ, അതായത് നൂല് പൊട്ടിക്കുന്ന ഒരു സൂചി പോലത്തെ ഒരു കട്ടറുണ്ട്. അത് വെച്ച് കിടുകിടുകിടാന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. എൻ്റെ കയ്യിലത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കത്രികയിൽ ഇങ്ങനെ പണിയുന്നത്. നിങ്ങൾ കത്രികയിൽ പണിയരുത്. പണിഞ്ഞാൽ ചിലപ്പം തുണിയിൽ കട്ടുള്ളൂ. നൂലിൽ മാത്രം കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കുഴപ്പമില്ല. അത് വലിയ കാണിയാകുമ്പോൾ നൂല് പെട്ടെന്ന് അകന്നു വരും കേട്ടോ. വലിയ കാണിയിൽ നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ടക്കെന്ന് നൂല് ഇളകി വരും. ആ ഇടയ്ക്ക് നമ്മൾ തയ്ച്ച നൂലുണ്ടല്ലോ, ആ നൂലിങ്ങനെ പൊട്ടിച്ചങ്ങ് കളയണം. അത്രേ ഉള്ളൂ ഇതിൽ ചെയ്യാൻ. ഇത് നമ്മൾ തയ്ക്കുക. എന്നിട്ട് അതിന്റെ പുറത്ത് വെച്ച് ആ തയ്യൽ തുമ്പിൽ 2 സൈഡായിട്ട് തയ്ക്കുക. നടുക്ക് നമ്മൾ തയ്ച്ചത് നൂല് ഇതുപോലെ പൊട്ടിച്ചങ്ങ് കളയുക. എത്ര നീളത്തിൽ നമുക്ക് സിബ് വേണോ അത്രയും നീളത്തിൽ വെച്ച് തയ്ച്ചാൽ മതി. ചെറിയ സിബുകൾ ഇപ്പോൾ നമ്മൾ ഈ ബ്രസ്റ്റിലൊക്കെ വെച്ച് തയ്ക്കുന്നത് ചെറിയ സിബാണ്. അപ്പോൾ നമുക്ക് ഇത്രയും നീളത്തിലൊന്നും വേണ്ട. അപ്പോൾ ഇടയ്ക്ക് ഈ വലിയ കാണിയാണ് നമ്മൾ ഇട്ട് തയ്ക്കുന്നെങ്കിൽ പൊട്ടിക്കാൻ എളുപ്പമാണ് നൂല് കേട്ടോ. പെട്ടെന്ന് പൊട്ടിച്ചെടുക്കുക. അത് ത്രെഡ് കട്ടറുണ്ട്, അത് വെച്ച് പിടിച്ചാൽ വേഗം പൊട്ടി വരും. എന്നിട്ട് ഈ സിബ് കണ്ടോ, സിബ് അതിനകത്തൂടെ നമ്മൾ ഇങ്ങനെ വെളിയിലെടുക്കണം. കണ്ടോ, ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം. വെരി സിമ്പിളാണ് കണ്ടോ. ഇത് നമ്മളൊരു ഇതുപോലെ പ്ലാസ്റ്റർ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ പൊട്ടിച്ചാൽ, ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമ്മൾ വലിച്ചെടുത്താൽ നമ്മൾ ആ പൊട്ടിച്ച നൂലുകളുണ്ടല്ലോ, നൂലുകൾ ഈസി ആയിട്ട് ഇളകി കഴിഞ്ഞു പോവും. അപ്പം നല്ല നീറ്റായിട്ടിരിക്കും കണ്ടോ. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. ഇതിൽ സിമ്പിളായിട്ട് എങ്ങനെയാ നിങ്ങൾക്ക് സിബ് വയ്ക്കാൻ ഞാൻ പറഞ്ഞുതരും.
കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ, വെരി വെരി സിമ്പിൾ ആണ് ഇങ്ങനെ നമ്മൾ ഇൻവിസിബിൾ സിബ് വയ്ക്കുന്നത്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു സാദാ പാൻറ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഒരു 2 മീറ്റർ തുണിയെ ആദ്യം 2ആയിട്ട് മടക്കുക. 2 മീറ്റർ തുണിയാണ് നമുക്ക് പാൻറ് തയ്ക്കാനായിട്ട് ടോപ്പിന്റെ കൂടെ വരുന്നത്. അതല്ല നമ്മൾ പാൻറ് തയ്ക്കാൻ തുണി എടുക്കുന്നെങ്കിൽ 2 മീറ്ററോ 2.25 മീറ്ററോ എത്ര നീളം വേണോ അതനുസരിച്ചൊക്കെ എടുക്കണം. 2 മീറ്ററാണ് എല്ലാവരും എടുക്കുന്നത്, അല്ലെങ്കിൽ 2.25 മീറ്റർ, അല്ലെങ്കിൽ 2.5 മീറ്റർ, അത്രയൊക്കെ മതി. അതിനെ ഇങ്ങനെ 2ആയിട്ട് മടക്കുക. പിന്നെ അതിനെ ഒന്നും കൂടെ മടക്കി 4ആയിട്ട് മടക്കുക. 4ആയിട്ട് മടക്കിയിട്ടു, ഫുള്ളായിട്ട് 4ആയിട്ട് മടക്കിയിട്ടു. ഇനി അതിന്റെ എത്ര ഇറക്കം നിങ്ങൾക്ക് വേണമെന്ന് നോക്കാം. ഇത് സിമ്പിളായിട്ട് തയ്ക്കുന്ന ഒരു പാൻറ്റാണ്, വെരി സിമ്പിളായിട്ട് തയ്ക്കുന്നതാണ്. 4ആയിട്ട് മടക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടിയത് ആ ലെങ്ത് നിങ്ങൾ എടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഇത് മേൾ വശത്താണ് വണ്ണം എടുക്കണത് കേട്ടോ. ഞാനിപ്പോൾ 14 ഇഞ്ച് വണ്ണം, 14 ഇഞ്ച് വണ്ണം എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര വരുമെന്ന് അറിയാമോ? 56 ഇഞ്ച് വണ്ണം വരും. അരവണ്ണം 56 ആണോ? 14 14 28 56 ഇഞ്ച്, 56 ഇഞ്ച് വണ്ണം വരും. അത്രയൊന്നും വേണ്ടാത്തവർക്ക് 12 ഇഞ്ച് മതിയെങ്കിൽ അത്രയും എടുക്കാം. പക്ഷെ ഇത് 56 ഇഞ്ച് വണ്ണം എടുത്തിട്ട് നമുക്ക് ബട്ടക്സ് ഒക്കെ ഉള്ളവർക്കാണെങ്കിലേ ഇച്ചിരി 2 പ്ലീറ്റ് ഒക്കെ ഇട്ട് 52 നിർത്താം. അതുകൊണ്ട് 14 ഇഞ്ച് തന്നെ നിങ്ങൾ എടുക്കണം. 14 ഇഞ്ച് എടുത്ത് അവിടുന്ന് താഴേക്ക് ക്രോച്ചിലേക്കും 14 ഇഞ്ച് എടുക്കണം കേട്ടോ. അരവണ്ണം 14 എടുക്കണം, കാരണം ബട്ടക്സ് ഒക്കെ ഉള്ളവർക്ക് അത്രയും വേണം, ഇല്ലെങ്കിൽ ടൈറ്റ് ആവും. എന്നിട്ട് ക്രോച്ചിൽ 14 ലെങ്ത് എടുക്കുക. ഇവിടെ ഈ ക്രോച്ചിന്റെ അവിടുത്തെ വണ്ണം 16 ഇഞ്ച് എടുക്കണം കേട്ടോ. തുടയുടെ അവിടെ ഇപ്പൊ ഇച്ചിരി കൂടെ വണ്ണം വേണം, അപ്പൊ 16 ഇഞ്ച് എടുക്കണം. 16 ഇഞ്ച് എടുത്തിട്ട് ഒരു ചെറിയ കർവ് വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് 4ആയിട്ട് മടക്കിയിടുക. എന്നിട്ട് ഇറക്കം എത്ര വേണോ അത്ര എടുക്കുക. പിന്നെ ഏറ്റവും താഴെ നമ്മൾ ഇറക്കം എടുത്തതിൻ്റെ അവിടെ എത്ര ഇഞ്ച് വേണമെന്ന് വെച്ചാൽ 8 ഇഞ്ച് വണ്ണത്തിലാണ് നമ്മൾ അടിക്കണമെങ്കിൽ 10 ഇഞ്ച് എടുത്താൽ മതി. ഇനി 6 ഇഞ്ച് വണ്ണത്തിൽ എടുക്കണമെങ്കിൽ 10 ഇഞ്ച് വീതിയിൽ തുണി എടുത്താൽ മതി. ഇതിപ്പോൾ 8 ഇഞ്ചിൽ ഞാൻ അടിക്കണോണ്ടാണ് 10 ഇഞ്ച് എടുത്തത്. എന്നിട്ട് ആ ക്രോച്ചിന്റെ അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ ചരിച്ച് നമ്മൾ ആ 10 ഇഞ്ച് എടുത്തത് വരെ വരയ്ക്കണം. താഴേന്ന് ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ നമ്മൾ മേളിലോട്ട് മടക്കി തയ്ക്കാനുള്ളതും കൂടെ കണക്കാക്കി വേണം നമ്മൾ ഇറക്കം എടുക്കാനുള്ളത്. അവിടെ നമ്മളൊരു 1.5 ഇഞ്ചിന് വേണ്ടി നമ്മൾ മടക്കി തയ്ക്കാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതുവരെ ഇങ്ങനെ വരച്ച് എടുക്കുക. ഇനി ഇതങ്ങ് വെട്ടിയെടുക്കുക. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് നമുക്ക് പാൻറ് വെട്ടിയെടുക്കാം. കണ്ടോ, കഴിഞ്ഞു. വണ്ണം അരവണ്ണം 14 എടുത്തു, ക്രോച്ചിന്റെ കൂടെ 16 എടുത്തു, പിന്നെ ക്രോച്ചിലേക്ക് ഉള്ള നീളം 14 എടുത്തു. കാരണം 2 ഇഞ്ച് നമ്മൾ മേളിലോട്ട്, ശരിക്കും ക്രോച്ചിലേക്ക് നീളം 16 വേണം കേട്ടോ. പക്ഷെ നമ്മൾ മേളിലേക്ക് ഇത് മടക്കി തയ്ക്കണം എന്നുള്ള, ഈ അരഭാഗം മടക്കി തയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രോച്ചിന്റെ നീളം 16 എടുക്കണം. ഇല്ലെങ്കിൽ 14 എടുക്കണം. നമ്മൾ മേളിലേക്ക് ഒരു തുണി വെച്ച് നമ്മൾ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 14 എടുക്കണം. അതല്ല നമ്മൾ ഇത് തന്നെ മടക്കുകയാണെങ്കിൽ 16 എടുക്കണം കേട്ടോ. ഇത് മടക്കുകയല്ല, കാരണം ലെങ്ത് കുറച്ചും കൂടെ വേണം. അതുകൊണ്ട് 2 ഇഞ്ച് മേളിൽ പട്ട അടിക്കും. അപ്പോഴത്തേക്ക് ഈ 14 ഇഞ്ച് മതി ക്രോച്ച്. ഇതാ വെട്ടി കഴിഞ്ഞു കേട്ടോ. നമുക്ക് 2ആക്കി എടുക്കാം. ഇത് പല മെത്തേഡിലും നമുക്ക് തയ്ക്കാം. ഇത് ഞാൻ വളരെ ഒരു ഈസി മെത്തേഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. വെട്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയാമോ? കാല് താഴെ ഭാഗം നമ്മളൊന്ന് മടക്കി തയ്ക്കുകയാണ്. നമ്മളൊരു 1.5 ഇഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ മടക്കി തയ്ക്കാൻ, ആ ഭാഗം നമ്മൾ മടക്കി തയ്ക്കുകയാണ് കേട്ടോ. ഈ ഭാഗം നമ്മൾ മടക്കി തയ്ക്കുകയാണ്. ഇപ്പോൾ 1.5 ഇഞ്ച് മടക്കണോ 2 ഇഞ്ച് മടക്കണോ അതൊക്കെ നിങ്ങളെ ഇഷ്ടം, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വീതി
എത്ര വീതി വേണം അതനുസരിച്ച് നിങ്ങൾക്ക് മടക്കാം. ഞാനിപ്പോൾ 1.5 ഇഞ്ച് വീതിക്കേ മടക്കിയുള്ളൂ, അത്രയേ ഉള്ളൂ. 2 കാലും നമ്മൾ അതുപോലെ തയ്ച്ചെടുത്തു. ഇനി അടുത്ത് നമ്മൾ തയ്ക്കാൻ പോകുന്നത് ആ കാലിന്റെ ഭാഗത്തുനിന്ന് അത് 2ആയിട്ട് മടക്കുക കേട്ടോ. ആ കാലിന്റെ ഭാഗം ഇതാ തയ്യൽ തുമ്പ് വെളിയിൽ വരത്തക്കവണ്ണം 2ആയിട്ട് മടക്കുക. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ എത്രയാണോ വണ്ണം എടുക്കണം ആ വണ്ണം നമ്മളൊന്ന് അടയാളപ്പെടുത്തണം. ഞാനിതിപ്പോൾ ഒരു 8 ഇഞ്ച് വണ്ണത്തിലാണ് കാലിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് നമ്മൾ ക്രോച്ചിലേക്ക് ഒരു അടയാളം, ആ ക്രോച്ചിന്റെ അതുവരെ നമ്മൾ അടയാളപ്പെടുത്തും. കാലിന്റെ അവിടെ നമ്മൾ 8 ഇഞ്ചാണ് വണ്ണം എടുത്തേക്കുന്നത്. അവിടെ നിന്ന് ചരിച്ച് ക്രോച്ചിലേക്ക് നമ്മൾ വീതി കുറച്ച് കൊണ്ടുവരും. തുടയുടെ അവിടെയൊക്കെ വരുമ്പോൾ വീതി കുറച്ച് വേണം കൊണ്ടുവരാൻ. ഇതാ ക്രോച്ചിലേക്ക് നമ്മൾ തയ്ച്ച് അതും മറ്റതും അതുപോലെ തന്നെ കാലിന്റെ അവിടെ നിന്ന് 2ആയിട്ട് മടക്കി വണ്ണമൊക്കെ അളന്ന് എത്രയാണ് നമ്മൾ എടുത്തത് 8 ഇഞ്ച്. ആ 8 ഇഞ്ച് കണക്കാക്കി. ഇനി 6 ഇഞ്ച് മതി എന്നുള്ളവർക്ക് 6 ഇഞ്ച് എടുക്കാം. വണ്ണം ചിലർക്ക് വണ്ണം കുറച്ച് മതി, ചിലർക്ക് 10-12 ഇഞ്ചൊക്കെ വണ്ണം വലിയ വീതിയിലൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പലാസ പോലെയൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ വീതിക്ക് എടുക്കാം. പലാസ ഇങ്ങനെ തന്നെയാണ് തയ്ക്കുന്നത്, പക്ഷെ കാല് കുറച്ചുകൂടെ വീതിക്ക് എടുക്കും എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. 10-12 ഇഞ്ച് 14 ഇഞ്ചൊക്കെ പലാസ വീതി എടുക്കും കാലിന്. ഇതാ തയ്ച്ച് ഇനി എന്ത് ചെയ്യണമെന്നറിയാം. ഇതിനെ നമ്മൾ ഇനി ആ ക്രോച്ചിന്റെ അതുവരെ തയ്ച്ചത് മറിച്ചിടുക. 2 എണ്ണവും മറിച്ചിടുക. ഇതാ മറിച്ചിട്ട് 2 കാല് നമ്മൾ മറിച്ചിട്ട് ഇനി ഇതാണ്ട ആ ക്രോച്ചിന്റെ അവിടെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കണം. 2 എണ്ണത്തിന്റെ കണ്ടോ, ആ 2 കാലിന്റെയും ക്രോച്ചിന്റെ ഭാഗം നല്ല വശങ്ങൾ തമ്മിൽ ഇതാ ഇതുപോലെ ചേർത്ത് വയ്ക്കണം. കണ്ടോ, ഇതുപോലെ 2 കാലിന്റെയും കൂടെ ക്രോച്ചിന്റെ ഭാഗം ചേർത്ത് വെച്ചിട്ട് 2 സൈഡിലേക്കും തയ്ക്കണം. ഇതാ കണ്ടോ, രണ്ട് സൈഡിലേക്കും തയ്ക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങേയറ്റം വരെ തയ്ക്കണം. അതുപോലെ ഇപ്പുറത്തോട്ടും തയ്ക്കണം. നമ്മൾ ക്രോച്ച് സെന്ററിൽ നിന്നാണ് തയ്ച്ചു തുടങ്ങുന്നത്. 2 സൈഡിലേക്കും തയ്ക്കണം. പാന്റിന്റെ സെന്റർ ഭാഗവും ക്രോച്ചിന്റെ ഭാഗമൊക്കെ ഒരു 2-3 തയ്യൽ തയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തയ്യൽ വിട്ടുപോകാനൊക്കെ ചാൻസ് ഉണ്ട്. ആ ക്രോച്ചിന്റെ സെന്റർ ഭാഗമൊക്കെ നമ്മൾ നല്ലവണ്ണം ഒരു 2-3 തയ്യൽ തയ്ക്കണം, അല്ലെങ്കിൽ കാലൊക്കെ എടുത്ത് വെച്ച് ഇത് ഒരു സൈഡ് എന്ത് ചെയ്യണമെന്ന് മൊത്തം അടിക്കരുത്. അവിടെ നമുക്ക് പട്ട വെച്ച് അടിക്കാനുള്ളതുകൊണ്ട് ഒരു കുറച്ച് ഭാഗം ഒരു 2 ഇഞ്ച് വിട്ടിട്ട് അതുവരെ അടിച്ച് നിർത്തണം. ഒരു സൈഡും ഫുൾ അടിക്കുക, മറു സൈഡ് ഒരു 2 ഇഞ്ച് വിട്ട് നിർത്തുക. കാരണം ബാക്കി നമുക്ക് പട്ട വെച്ചിട്ട് പിന്നെ അടിക്കാം. കഴിഞ്ഞു കണ്ടോ, അവിടെ 2-3 തയ്യൽ തയ്ച്ച് നിർത്തുക. ഇതാ നമ്മൾ ശരിക്ക് പാൻറ് തയ്ച്ച് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്നറിയാമോ, ഇനി നമുക്ക് പട്ട അടിക്കണം. മേൽഭാഗത്ത് ഒരു 2 ഇഞ്ച് വീതിക്ക് 2-3 ഇഞ്ച് വീതിക്ക് നിങ്ങൾക്ക് എത്ര ഇറക്കം വേണം അതനുസരിച്ച്. ഇപ്പൊ നമ്മൾ തയ്ച്ച പാൻറിന് എത്ര ഇറക്കമുണ്ടോ 38, ഞാനിതിപ്പോ 39 ഇഞ്ച് ഇറക്കത്തിലാണ് കേട്ടോ. നമ്മൾ ആ തയ്ച്ച് നിർത്തിയ ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കണം. നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടാണ് പട്ട വെച്ചടിക്കാനുള്ളത്. അപ്പൊ ഒന്ന് ചുരുട്ടി അടിക്കണം. അവിടെ ചുരുട്ടി അടിച്ചിട്ടാണ് അതിൽ പട്ട വെച്ചടിക്കാനുള്ളത്. നമ്മൾ തയ്ച്ച് നിർത്തിയല്ലോ ഒരു ഭാഗം, അവിടെ ആ 2 സൈഡും ഒരു ചെറുതായിട്ടൊന്ന് ചുരുട്ടി അടിക്കുക. സാധാ പാൻറ് തയ്ക്കുന്ന ഇത്രേ ജോലിയുള്ളൂ കേട്ടോ. ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഇത് തയ്ക്കാൻ, വെട്ടി തയ്ക്കാൻ. പത്ത് മിനിറ്റ് പോലും വേണ്ട ഇത് തയ്ക്കാൻ. പക്ഷെ 150 ഞാൻ 150 രൂപയാണ് തയ്യൽ കൂലി മേടിക്കുന്നത്. പലരും പല രീതിയിലാണ് വാങ്ങുന്നത് കേട്ടോ. എന്നിട്ട് ഇതാ നമുക്ക് എത്ര ഇഞ്ച് വീതിക്കാണോ നമുക്ക് പട്ട വേണ്ടിയത് അത്ര ഇഞ്ച് വീതിക്ക് പട്ട എടുത്ത് വെക്കാം. എനിക്കൊരു 2-2.5 ഇഞ്ച് വീതിക്ക് മതി പട്ട.
അപ്പോഴത്തേക്ക് ഇറക്കം കണക്കാവും. അഴുക്ക വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്കാണ് നമ്മൾ അടിക്കാനുള്ളത് കേട്ടോ. നല്ല വശത്തേക്ക് തിരിച്ചടിക്കണം. അപ്പോഴേ നമ്മൾ മടക്കി അടിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കുള്ളൂ. പട്ടയൊക്കെ അടിക്കണം. നിങ്ങൾക്ക് എത്രയാണോ ഇറക്കാൻ വേണ്ടിയത്, അതുപോലെ ഇത് 14 ഇഞ്ച് എടുത്തേക്കിനുണ്ട്. ഒരുപാട് വണ്ണം കിടക്കും അരഭാഗം. അപ്പൊ നമ്മൾ ചെറിയ 1-2 പ്ലീറ്റ് ഈ അരഭാഗത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു 40, 42, 46 ഇഞ്ച് ഒക്കെ മതി വണ്ണം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുത്തേക്കാണ്. കാരണം ഇത് 56 ഇഞ്ച് പ്ലേറ്റ് വണ്ണത്തിൽ കിടക്കുകയാണ് നമ്മൾ വെട്ടിയത്. അപ്പൊ ഇതുപോലെ പ്ലേറ്റ് ഇട്ട് കൊടുക്കണം. ഇടയ്ക്ക് 1-2 ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ട് നമ്മൾ വണ്ണം കറക്റ്റ് ചെയ്യണം. അപ്പൊ ബട്ടക്സിന്റെ ഒക്കെ ഭാഗം ലൂസായിട്ടിരിക്കുകയും ചെയ്യും, അരഭാഗം കറക്റ്റ് ആയിട്ട് വരും. അതിനാണ് നമ്മളിങ്ങനെ ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് മടക്കി തയ്ക്കാം. എത്ര ഇഞ്ച് വീതിക്ക് വേണോ നിങ്ങൾക്ക് അതനുസരിച്ച് തയ്ക്കാം കേട്ടോ. എനിക്കിപ്പോ 2 ഇഞ്ച് വീതിക്ക് മതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുക്കണം. ഇല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും വീതി തന്നെ വേണമെന്നുള്ളവർക്ക് ചെറുതായിട്ട് മടക്കി തയ്ക്കാം, അങ്ങനെയും മടക്കി തയ്ക്കാം. വള്ളി ഇടാൻ വേണ്ടി മടക്കി തയ്ക്കുന്നതാണ്. അപ്പോൾ എത്ര ഇഞ്ച് വീതി നിങ്ങൾക്ക് ഇറക്കം വേണോ അതനുസരിച്ച് മേളിൽ പട്ട കൂട്ടി വെക്കാം, കുറച്ച് വെക്കാം. പട്ട വെച്ചടിച്ചോടുകൂടി കഴിഞ്ഞു. പാൻറ്റിന്റെ തയ്യൽ തീരുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇത് വള്ളി ഇട്ടാൻ കൊടുക്കുമ്പോൾ പാൻറ് കഴിഞ്ഞു, സാധാ പാൻറ്. പലരും പറയും ഇങ്ങനെ പാൻറ് തെച്ചാൽ പലർക്കും തൊട പിടിക്കുന്നുണ്ടെന്നൊക്കെ പറയും. പക്ഷെ പിടിക്കില്ല. നിങ്ങൾ ആവശ്യത്തിന് വണ്ണം ഇട്ട് ഇതുപോലെ ചെറിയ പ്ലീറ്റ് ഇട്ട് അരഭാഗത്ത് പട്ട അടിക്കുമ്പോൾ ചെറിയ 3-4 പ്ലീറ്റ് അങ്ങിട്ടിരുന്നാൽ വണ്ണം ടൈറ്റ് ആവൂല, ലൂസായി തന്നെ കിടക്കും. പട്ട അടിച്ച് കഴിഞ്ഞു നമ്മൾ. അത്രയും തുറപ്പ് വേണ്ടെങ്കിൽ കുറച്ച് ഭാഗം നമ്മളവിടെ കുറച്ച് ഉടങ്ങ് കയറ്റി അടിക്കണം. കഴിഞ്ഞു. കണ്ടേ, പാൻറ് തെച്ച് കഴിഞ്ഞു നമ്മൾ. ഇത്രേ ഉള്ളൂ. എത്ര പെട്ടെന്ന് നമ്മൾ പാൻറ് തെച്ച് തീർന്നു. ഇനി ഇതിൽ വള്ളി ഇട്ടാൻ കൊടുത്താൽ മതി, തീർന്നു. ഇതാണ് നമ്മൾ ഈസി ആയിട്ട് പാൻറ് തയ്ക്കുന്നത് കേട്ടോ. 10 മിനിറ്റ് വേണ്ട ഈ പാൻറ് തയ്ക്കാൻ. അപ്പം പാൻറ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇത്രയേ ഉള്ളൂ. ഓക്കേ.